ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലാക്ക് ലസ്റ്റർ സെൻറ്റിമെൻ്റാണ് മാർക്കറ്റിൽ. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഒഴികെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. ഇന്നലെയും ജാപ്പനീസ് മാർക്കറ്റുകൾ മാത്രമാണ് ഏഷ്യയിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സ് 299.29 പോയിൻറ്റ് വീക്കായിട്ടും S&P 500 50.39 പോയിൻറ്റ് വീക്കായിട്ടും നാസ്ഡാക്ക് 180.12 പോയിൻറ്റ് വീക്കായിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 വിക്സ് 21.6 ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ് വോളാറ്റിലിറ്റിനെയാണ്. ഇന്ന് US ഫെഡിൻ്റെ അനൗൺസ്മെൻറ്റ് വരും. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണോ കട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ് ഇന്ന് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ അനൗൺസ്മെൻറ്റിന് ശേഷമായിരിക്കാം മാർക്കറ്റിൽ, പ്രത്യേകിച്ച് US മാർക്കറ്റിൽ ഒരു ആക്ഷൻ കാണാൻ പോകുന്നത്. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാറ് വലിയ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഈ വാറിൽ പങ്കുചേരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത 2 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അതിനനുസരിച്ചൊരു വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണാം. ഒപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സിൽവറാണ് മുന്നേറിയിട്ടുള്ളൊരു കമോഡിറ്റി. അതോടൊപ്പം തന്നെ കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്ററാണ്. ഇന്നലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ 4 മാസത്തെ ഹയർ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. $76.41 പെർ ബാരലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും അതേ ലെവലിൽ തന്നെയാണ്. $3377 പെർ ബാരലിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലത്തെ ആക്ടിവിറ്റീസ് ഫോറിൻ പോർട്ട്ഫോളിയോസിൻ്റെ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 1482.77 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 8207.19 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ബാധിച്ചിട്ടില്ല. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ നല്ല രീതിയിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ വീക്കായിട്ടാണ് US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 86.38 രൂപ പെർ ഡോളറാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഒന്നുണ്ട്. പോളിക്യാബ് 6447.54 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. BSNL നിന്നാണ്. കർണാടക, ഗോവ, പുതുച്ചേരി ടെലികോം സർക്കിളിലെ ഭാരത് നെറ്റ് പ്രൊജക്റ്റിനുള്ള ഓർഡറാണ്. വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ EMS ലിമിറ്റഡിന് 184 കോടി രൂപയുടെ ഓർഡർ UP നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭാരത് ഫോർജ് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. DCX ഇന്ത്യ 28.59 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. TVS സപ്ലൈ ചെയിൻസ്, TVS മോട്ടേഴ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരുപക്ഷെ വേദാന്ത കുറച്ച് സ്റ്റേക്ക് വിൽക്കാനുള്ള സാധ്യതകളുണ്ട്. 10% ഡിസ്കൗണ്ട് റേറ്റിലാണ് വിൽക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വേദാന്തനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതേസമയം ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഒരുപക്ഷെ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. റെയിൽടെല് 43.99 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പാരൽ എക്സ്പോർട്സ് 13% ഗ്രോ ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് കൂടുതൽ എക്സ്പോർട്ട് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കീറ്റെക്സിനെ പോലുള്ള ഓഹരികൾ മറ്റ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ എംഎൻഎമ്മിന് SML ഇസുസുവിൽ സ്റ്റേക്ക് ബൈ ചെയ്യാനുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഓപ്പൺ ഓഫറും വരികയാണ്. 1554.60 പെർ ഷെയറാണ്. മാർക്കറ്റ് റേറ്റിനേക്കാളും താഴെയാണ്. പക്ഷേ എംഎൻഎമ്മിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതേസമയം എംഎൻഎമ്മിന് $300 മില്യൺ മൾട്ടി ഇയർ മാനുഫാക്ചറിങ് കോൺട്രാക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. മെറ്റൽ സബ് അസംബ്ലീസും മറ്റ് കമ്പോണൻസും കൊടുക്കാനാണ്. എയർബസിനും അതുപോലെ തന്നെ എംബ്രയർ എയർലൈൻസിനുമാണ്. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിക്കാണ്. തീർച്ചയായിട്ടും എംഎൻഎമ്മിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഓവറോൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസിൽ ഇന്ന് കൂടുതലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉള്ളത് എംഎൻഎം, പോളിക്യാബൊക്കെയാണ്. ഒപ്പം F&O എക്സ്പയറി NSEയുടെ റിക്വസ്റ്റ് സെബി അംഗീകരിച്ചിരിക്കുകയാണ്. തേഴ്സ്ഡേയിൽ നിന്ന് ട്യൂസ്ഡേ ആക്കി മാറ്റുകയാണ്. BSE മിക്കവാറും തേഴ്സ്ഡേ ചൂസ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ.
കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ബി എസ് സിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതേസമയം ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇനീഷ്യൽ ലെവലിൽ ചെറിയൊരു സ്ലഗിഷ്നെസ് ഒക്കെ ബി എസ് സിയിൽ കണ്ടേക്കാം. പക്ഷെ ലോങ് റണ്ണിൽ ബി എസ് സിനെ സംബന്ധിച്ച് NSനെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലാക്ലാക്സർ സെൻറ്റിമെൻ്റ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. IPOs ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒസ്വാൾ പമ്പ്സ് എന്നതിൽ 34.4 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അറൗണ്ട് 70 രൂപ 80 രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.